നാട്ടുവിശേഷം ഒറ്റനോട്ടത്തിൽ. ആലുവ മാർക്കറ്റിലെ പലചരക്ക് കടയുടമയെ SI അകാരണമായി മർദ്ദിച്ചതായി പരാതി. ആലുവ പ്രിൻസിപ്പൽ SI സുധീർ മനോഹറിനെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. പനി പടർന്നു പിടിക്കുമ്പോൾ ബിനാനിപുരം ഹെൽത്ത് സെന്ററിൽ ഡോക്ടർമാരില്ല. വൈകിയെത്തിയ ഡോക്ടറെ നാട്ടുകാർ തടഞ്ഞു വെച്ചു. അബുദാബിക്ക് പോയ യുവാവിന്റെ കൈവശം മയക്കുമരുന്ന് കൊടുത്തുവിട്ട സംഭവത്തിൽ ഒരാൾ പോലീസ് പിടിയിലായി. കൂട്ടാളിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു. റെയിൽവേ യാത്രാ നിരക്ക് വർധനവിനെതിരെ DYFIയുടെ നേതൃത്വത്തിൽ ആലുവയിൽ പ്രതിഷേധ മാർച്ച്. റെയിൽവേ സ്റ്റേഷൻ സംഘർഷഭരിതമായി. സ്വാഭാവിക ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നത് നിരുത്സാഹപ്പെടുത്തണമെന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ആലുവ മാർക്കറ്റിലെ പലചരക്ക് കടയുടമയെ SI അകാരണമായി മർദ്ദിച്ചതായി പരാതി. ഇരുകാലിനടിയിലും ചൂരൽ കൊണ്ടുള്ള അടിയേറ്റ രാജു സ്റ്റോഴ്സ് ഉടമ ആലുവ കമ്മത്ത് ലൈൻ വാര്യപാടത്ത് വീട്ടിൽ സേവ്യറിനെ ആലുവ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെ 10 മണിയോടെയാണ് സംഭവം. സംഭവവുമായി ബന്ധപ്പെട്ട് ആലുവ പ്രിൻസിപ്പൽ SI സുധീർ മനോഹറിനെതിരെ സേവ്യർ റൂറൽ SP സതീഷ് ബിനോയ്ക്ക് പരാതി നൽകി. രാവിലെ 3 പോലീസുകാർ സേവ്യറിന്റെ കടയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നുണ്ട് എന്ന് പരിശോധിക്കുവാൻ എത്തിയിരുന്നു. ഇല്ലെന്ന് ബോധ്യപ്പെട്ട് മടങ്ങുന്നതിനിടെ പരിശോധനയ്ക്കെത്തിയ പോലീസുകാർ സ്റ്റേഷനിലെത്തി SIയെ കാണണമെന്നാവശ്യപ്പെട്ടു. കടയിൽ തിരക്കാണെന്നറിയിച്ചിട്ടും 10 മിനിറ്റിനകം വിടാമെന്ന് പറഞ്ഞ് സ്റ്റേഷനിലെത്തിച്ചു. സ്റ്റേഷനിൽ വെച്ച് എവിടെയാണ് ഹാൻഡ് സൂക്ഷിച്ചിട്ടുള്ളതെന്ന് ചോദിച്ച് ഇരുകാലിനടിയിലും ചൂരൽ കൊണ്ട് SI ക്രൂരമായി മർദ്ദിച്ചു. തനിക്ക് ഹാൻഡ്സ് കച്ചവടമില്ലെന്ന് പറഞ്ഞിട്ടും SI മർദ്ദനം തുടരുകയായിരുന്നുവെന്ന് സേവ്യർ പറയുന്നു. കാലിനടിയിൽ നീരുവച്ചതിനെ തുടർന്ന് വൈകുന്നേരം 3:30യോടെയാണ് സേവ്യറിനെ SI വിട്ടയച്ചത്. തുടർന്നാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. SIക്കെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കുന്നതിന് പുറമെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കുമെന്ന് സേവ്യർ പറഞ്ഞു. 2 പോലീസുകാരെ ഇവിടെ ഞങ്ങളോട് ഞങ്ങൾ ചെക്ക് ചെയ്തെന്ന് പറയും. എന്നിട്ട് ചെക്ക് ചെയ്ത് ഞങ്ങൾ വേറെ ഏതൊക്കെ കിട്ടുകയാണെങ്കിൽ ഒക്കെ പറഞ്ഞു വെച്ചാൽ ചെക്ക് ചെയ്യാൻ ചെക്ക് ചെയ്തിട്ടൊന്നും കിട്ടില്ല. അപ്പോൾ അത് പറഞ്ഞ് ഇത് ഇവിടുന്ന് വാക്കിയുള്ള പാർട്ടി കമ്പനി കിട്ടുന്നുണ്ട് ഇവിടെ കുറച്ചെന്ന് പറഞ്ഞു. അത് ചെക്ക് ചെയ്തും കിട്ടില്ല. ഇത് കഴിഞ്ഞ് സ്റ്റേറ്റിൽ നിന്ന് കാണണമെന്ന് പറഞ്ഞത് ഇവിടെ ആളിൻ്റെ കാര്യം ആളില്ല. ഞാൻ മാത്രമേ ലൈറ്റിങ് എടുത്തിട്ട് വരാം നമ്മൾ കഴിച്ചിട്ട് ഇവിടെ വട്ടായിരുന്നു. അതിൽ 10 മിനിറ്റ് പോയിട്ട് വരുമ്പോൾ ഓട്ടോസിൻ്റെ ജനം വീട്ടിൽ പോയി ഉണ്ടായില്ല. കുറച്ച് കത്തി പറഞ്ഞു ഒന്ന് വിളിച്ചു. ഇതിപ്പോൾ പറഞ്ഞ് അവിടെ ഇരിക്കുന്നത് ഏകം മുകളിൽ തന്നെ ഇരുത്തി ആഴ്ച ചെരുപ്പ് പിടിക്കുന്നത് ആഴ്ച ഇതിൽ കാലിൽ നോക്കിയിരിക്കാൻ പറ്റും. പൊളിഞ്ഞു പോയി. എന്നിട്ട് വന്ന് നീ പറയുകയല്ലേ ഞാൻ നിന്റെ കണ്ണാ മാത്രം കാണാൻ വയ്ക്കാന്ന് പറഞ്ഞു. ഒരു ചെത്തിയിലിട്ടു. സാറ് എൻ്റെ മോൻ വഹിക്കില്ല, ഞാൻ ചെയ്തിട്ടില്ല. എന്ത് വിളിക്കുന്നു സാറ് കളിയാണ് കുറച്ചും ഒരു കാര്യം നീ അവിടെ ഇവിടെ താമസിക്കുന്നുണ്ട്. മുനിസിപ്പൽ കൗൺസിലർ ഇത് വന്നത് മുനിസിപ്പൽ കൗൺസിലർ അത് കാര്യം ചെയ്യാം. എനിക്ക് ചോറ് വന്നിരുന്നു. 4 മണി വാങ്ങാൻ പറഞ്ഞു. എന്നെ മുകളിലേക്ക് എത്തിയിട്ട് പുള്ളി കോഴിയിൽ പോയി. 3 മണിക്ക് വന്നിട്ട് മൊബൈൽ മൊബൈൽ നമ്പറൊക്കെ ഉണ്ട്. ഡിഗ്രി വന്നു പണി കൗൺസിലർ ഇത് വന്ന സാറ് കഴിഞ്ഞ് മൊബൈൽ നമ്പർ ആരെങ്കിലും ഇങ്ങനെ കൗൺസിലിൻ്റെ നമ്പറൊക്കെ ഒക്കെ ഉണ്ട്. അത് ഞാൻ ടിക്കറ്റ് തന്നായിരുന്നു. ഇത് നിർബന്ധമില്ല. ഞങ്ങൾക്ക് എക്സ് കൗൺസിലറാണ്. പിന്നെ ഒരു പത്രപ്രവർത്തകമാണ്. മൊബൈലൊക്കെ സംസാരിക്കുന്നു. കടുങ്ങല്ലൂർ ബിനാനിപുരം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധം. പകരക്കാരനായി നിയമിച്ച ഡോക്ടർ വൈകി എത്തിയത് രോഗികളെയും നാട്ടുകാരെയും പ്രകോപിതരാക്കി. ആരോഗ്യ കേന്ദ്രത്തോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ഡോക്ടറെ തടഞ്ഞുവെച്ചു. പിന്നീട് പോലീസും വാർഡ് മെമ്പറുമെത്തി പ്രശ്നം പരിഹരിച്ച് ചികിത്സ തുടർന്നു. മഴക്കാലത്തിന്റെ തുടക്കത്തിൽ തന്നെ കടുങ്ങല്ലൂർ എടയാർ മേഖലകളിൽ പനി പടർന്നു പിടിക്കുകയാണ്. ഈ സമയം ചികിത്സയ്ക്കായി ആശ്രയിക്കുന്ന ഹെൽത്ത് സെന്ററിൽ ആവശ്യത്തിന് ഡോക്ടർമാരുമില്ല. രാവിലെ മുതൽ പനിച്ചു കുറച്ച് ആസ്പത്രി വരാതിരിക്കേണ്ട അവസ്ഥയാണ് ഇവിടുത്തെ നിർധനരായ രോഗികളുടേത്. കിടത്തി ചികിത്സയുള്ള ഒരു ആസ്പത്രിയാണിത്. 3 ഡോക്ടർമാരാണ് ഇവിടെ വേണ്ടത്. അടുത്തിടെ വരെ 3 പേരും ഉണ്ടായിരുന്നതുമാണ്. എന്നാൽ ഒരാൾ സ്ഥലം മാറിപ്പോയതിനു ശേഷം പകരക്കാരൻ എത്തിയിട്ടില്ല. മറ്റൊരു ഡോക്ടർ പ്രസവാവധിയിലുമാണ്. ബാക്കിയുണ്ടായിരുന്ന ഒരാൾ ഉന്നത വിദ്യാഭ്യാസത്തിനായി കഴിഞ്ഞ ദിവസമാണ് പോയത്.
അതോടെ ആസ്പത്രിയിൽ രോഗികൾ മാത്രമായി. തുടർന്ന് വാർഡ് മെമ്പർ ബിന്ദു രാജീവ് ഇടപെട്ട് വരാപ്പുഴ ഹെൽത്ത് സെന്ററിൽ നിന്നും ഒരു ഡോക്ടറെ തിങ്കളാഴ്ച മുതൽ പകരക്കാരനായി എത്തിക്കുവാനുള്ള നടപടിയുണ്ടാക്കി. എന്നാൽ തിങ്കളാഴ്ച ഏറെ വൈകിട്ടും ഡോക്ടർ എത്തിയില്ല. അതോടെ ആസ്പത്രിയിലെത്തിയ രോഗികളെല്ലാം ചികിത്സ കിട്ടാതെ വലഞ്ഞു. 11 മണിയായതോടെയാണ് ഡോക്ടർ എത്തിയത്. ഇത് രോഗികളും പ്രശ്നമറിഞ്ഞെത്തിയ നാട്ടുകാരും ചോദ്യം ചെയ്തു. അപ്പോൾ ചികിത്സിക്കുവാൻ കഴിയില്ലെന്നായിരുന്നു ഡോക്ടറുടെ മറുപടി. ഡോക്ടറുടെ നിസ്സഹകരണം അവിടെ കൂടിയവരെ പ്രകോപിപ്പിച്ചു. അവർ ഡോക്ടറെ തടഞ്ഞുവെച്ചു. അപ്പോഴേക്കും ബിനാനിപുരം പോലീസും വാർഡ് മെമ്പറും സ്ഥലത്തെത്തി പ്രതിഷേധക്കാരെ പിന്തിരിപ്പിച്ചു. പുതുതായി എത്തിയ ഡോക്ടർക്ക് ഹെൽത്ത് സെന്ററിലേക്കുള്ള വഴി അറിയാത്തത് കൊണ്ടാണ് വൈകി എത്തിയതെന്ന് വാർഡ് മെമ്പർ പറഞ്ഞു. ഏതാനും ദിവസം കൂടി പകരക്കാരനായെത്തിയ ഡോക്ടർ തുടരുമെന്നും സ്ഥിരമായുള്ള നിയമനം ഉടനെ നടത്തി ഒഴിവുകൾ നികത്തുമെന്നറിയിച്ചതോടെ പ്രതിഷേധക്കാർ പിരിഞ്ഞു പോവുകയായിരുന്നു. മേഖലയിലുള്ള ഒരു ഹെൽത്ത് സെന്റർ ആകെ ഉള്ളത് ഇത് മാത്രമേ ഉള്ളൂ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ മാത്രമേ ഉള്ളൂ. ഇവിടെ നിരവധി ജനങ്ങൾ രാവിലെ തുടങ്ങി വന്നിട്ടും 10:30 ഒരു ഡോക്ടറില്ല. ചികിത്സ വരെ എല്ലാവരും ഹോസ്പിറ്റലാണത്. ഇപ്പോൾ 3 ഡോക്ടറിനായിട്ട് 3 ലീവ്. പകരം വരാപ്പുഴ സിറ്റി എന്ന് പറഞ്ഞ ഡോക്ടറാണെങ്കിൽ യാതൊരു ഉത്തരവാദിത്തം കാണിക്കാനുള്ള എനിക്കൊന്നും അറിയില്ല. അയാളോട് ഞങ്ങൾ ആദ്യം ചോദിച്ചത് എന്നുള്ള ബാക്കി ഡോക്ടർക്ക് ലീവെന്ന് ചോദിച്ചു. അതായത് എനിക്കറിയില്ല, ഉത്തരവാദിത്തമാണെന്ന് പറയും. അങ്ങനെ ചോദിച്ചിട്ട് നിരവധി വൃദ്ധരും വർഷത്തിലേറെ രോഗികൾ വന്നിട്ട് അതൊക്കെ തിരിച്ചുകൊണ്ട രോഗികളുണ്ട്. അത് ചോദിച്ചപ്പോൾ അദ്ദേഹം ബാക്കിയുള്ള രോഗികളുടെ ട്രീറ്റ്മെൻറ്റ് കൂടി ചെയ്യാത്ത ഹോസ്പിറ്റലാണ് ഈ ഹോസ്പിറ്റലിൽ നിലവിലുള്ള അവസ്ഥ പോകുന്നത്. ഇത് ബന്ധപ്പെട്ട അധികാരികൾ ആരും ഇടപെടുന്നില്ല. നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി അബുദാബിയിലേക്ക് ജോലിക്കായി പോയ യുവാവിന്റെ കൈവശം മയക്കുമരുന്ന് കൊടുത്തുവിട്ട സംഭവത്തിലെ മുഖ്യപ്രതിയെ പോലീസ് പിടികൂടി. ചേരാനെല്ലൂർ എടയക്കുന്നം മാതിരപ്പള്ളി വീട്ടിൽ അമലാണ് പിടിയിലായത്. വിദേശത്തുള്ള സുഹൃത്തിന് നൽകണമെന്നാവശ്യപ്പെട്ട് കടമക്കുടി കണ്ണപ്പാട്ട് ഷിജുവിന്റെ കൈവശമാണ് ഹെറോയിൻ കൊടുത്തത്. അവിടെ വിമാനമിറങ്ങിയ ഷിജുവിനെ അവിടെ നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത്. പാഴ്സൽ അബുദാബി എയർപോർട്ടിൽ പിടികൂടുകയും ജയിലിൽ അടക്കുകയും ചെയ്തു. ജൂൺ 18-നായിരുന്നു സംഭവം. തുടർന്ന് സുഹൃത്ത് വഴി ഈ വിവരം നാട്ടിൽ അറിയിച്ചു. ഷിജുവിന്റെ ജ്യേഷ്ഠൻ ജോഷിയാണ് ആലുവ റൂറൽ SP സതീഷ് ബിനോയ്ക്ക് പരാതി നൽകിയത്. തുടർന്ന് DYSP VK സനിൽകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ബന്ധുവിന്റെ വീട്ടിൽ ഒളിച്ചു കഴിയായിരുന്ന അമലിനെ പിടികൂടിയത്. സ്റ്റാമ്പ് എന്ന് വിളിപ്പേരുള്ള LSD മയക്കുമരുന്നുകളാണ് കൊടുത്തുവിട്ടതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. അബുദാബിയിലുള്ള ആലുവ സ്വദേശിയായ യുവാവിന് പാഴ്സൽ നൽകാനാണ് ആവശ്യപ്പെട്ടിരുന്നത്. മയക്കുമരുന്ന് അമലിന് നൽകിയ കടുങ്ങല്ലൂർ സ്വദേശിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ പോലീസ് ഊർജിതമാക്കിയതായി ആലുവ CI B ഹരികുമാർ പറഞ്ഞു. അമൽ പിടിയിലായതറിഞ്ഞ് ഇയാൾ മുങ്ങിയിരിക്കുകയാണ്. റെയിൽവേ യാത്രാ നിരക്ക് വർധനവിനെതിരെ DYFIയുടെ നേതൃത്വത്തിൽ ആലുവയിൽ പ്രതിഷേധ മാർച്ച് നടത്തി. പ്രതിഷേധ മാർച്ചിൽ റെയിൽവേ സ്റ്റേഷൻ സംഘർഷഭരിതമായി. ട്രെയിൻ ഗതാഗതത്തിന് തടസ്സമുണ്ടാക്കാതെ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. CPM ആലുവ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് B സലിം ഉദ്ഘാടനം ചെയ്ത മാർച്ച് പാർട്ടി ഓഫീസിൽ നിന്നും നഗരം ചുറ്റി റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ വൻ പോലീസ് സന്നാഹം മാർച്ച് തടഞ്ഞു. ബ്ലോക്ക് പ്രസിഡന്റ് MM ഗിരീഷ്, സെക്രട്ടറി രാജീവ് സക്കറിയ, MU പ്രമോഷ് എന്നിവർ പങ്കെടുത്തു. നിതിൻ ബാലൻ, KM അഫ്സൽ, PS സനൽ, ജോമോൻ രാജ്, PS അരുൺ എന്നിവർ നേതൃത്വം നൽകി. സാധാരണക്കാരനെ വമ്പിച്ച വിലക്കയറ്റത്തിലേക്കും പട്ടിണിയിലേക്കും തള്ളിവിടാൻ BJP നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ യാതൊരു ന്യായീകരണവും ഇല്ലാത്ത വിധം അമിത യാത്രാക്കൂലി കൂട്ടിയിരിക്കുകയാണെന്നും വിശ്വാസത്തോടെ ജയിപ്പിച്ച് അധികാരമേൽപ്പിച്ച ജനകോടികളെ തുടക്കത്തിലെ ദുരിതത്തിലേക്കാഴ്ത്തുന്ന ഭരണമാണ് കാഴ്ചവെക്കുന്നതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. ചരക്ക് കൂലിയിലെ വൻ വർധന നിത്യോപയോഗ സാധനങ്ങളുടെ വിലയെ കാര്യമായി ബാധിക്കുമെന്നും കേരള ജനതയാണ് ഏറ്റവും കൂടുതൽ വില വർധന സഹിക്കേണ്ടി വരുന്നതെന്നും അവർ പറഞ്ഞു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ ഏതാണ്ട് ഒരു വർഷക്കാലം മുമ്പ് തന്നെ ഇന്ത്യയിലാകെ പുതിയൊരു പ്രതീതിയാണ്. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായാൽ വരാൻ പോകുന്ന നേട്ടങ്ങളെക്കുറിച്ചായിരുന്നു രാജ്യമാകെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. ആ ചർച്ചയിൽ ഇന്ത്യയിലെ ആധുനിക മാധ്യമങ്ങളെയെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഫേസ്ബുക്കും അതുപോലെ തന്നെ ഇന്റർനെറ്റും ട്വിറ്ററുമെല്ലാം ഉപയോഗപ്പെടുത്തി അതിലെല്ലാം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ ഡീസലിന്റെ വില 50 രൂപയാക്കി ചുരുക്കും, പെട്രോളിന്റെ വില അത് ചുരുക്കും, റെയിൽവേ ചാർജ് കുറയ്ക്കും, അതുപോലെ തന്നെ ഗ്യാസിന്റെ വില കുറയ്ക്കുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ആകെ വ്യാമോഹം നൽകിക്കൊണ്ടാണ് BJP ഇന്ത്യ രാജ്യത്താകെ ശക്തി പ്രാപിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത്. ആഭ്യന്തര മന്ത്രാലയം പോലും അതിന്റെ ഓഹരി പോലും അതെല്ലാം വിദേശ കുത്തകൾക്ക് വിറ്റഴിക്കാൻ 100% വിറ്റഴിക്കുന്ന സമീപനമാണ് നരേന്ദ്രമോദി സ്വീകരിച്ചത്.
സ്വാഭാവിക ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നത് നിരുത്സാഹപ്പെടുത്തണമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് അഭിപ്രായപ്പെട്ടു. ആലങ്ങാട് പഞ്ചായത്തിലെ നായർകുളം നവീകരണ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പക്ഷെ ഇത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് പ്രകൃതിക്ക് ഗുണം കിട്ടുന്നതാണ്. അതേപോലെ തന്നെ ഈ പ്രദേശത്ത് മാത്രം താമസിക്കുന്ന ജനങ്ങൾക്കും ഗുണം കിട്ടുന്ന ഒരു പദ്ധതിയാണ്. നമ്മുടെ വികസന പ്രവർത്തനങ്ങളിലുള്ള ഒരു വ്യത്യാസമാണ്. പക്ഷേ ഇതൊരു മറ്റുള്ള പദ്ധതികൾ മഹത്തായ പദ്ധതികളല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിനൊരു മഹത്വം വളരെ ഏറെയുണ്ട്. പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്നുകൊണ്ട് പ്രകൃതി നമുക്ക് കഴിഞ്ഞ് അനുഗ്രഹിച്ചു തന്ന, നമുക്ക് വരദാനമായി തന്ന മഴയും അതേപോലെ തന്നെ ജലവും ഒക്കെ ശരിക്ക് ജനങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുകയും പ്രകൃതിയെ നൊമ്പരപ്പെടുത്താതെ അത് എങ്ങനെ നമുക്ക് സംരക്ഷിച്ച് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പദ്ധതി. പ്രകൃതി വരദാനമായി നൽകിയിട്ടുള്ള ജലം സംരക്ഷിക്കുന്നത് ഓരോരുത്തരുടെയും കടമയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ ആലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TU പ്രസാദ് അധ്യക്ഷത വഹിച്ചു. ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റാണി മത്തായി, ജില്ലാ പഞ്ചായത്ത് അംഗം PA ഷാജഹാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. 40 ലക്ഷം രൂപ ചിലവഴിച്ചാണ് നായർകുളം നവീകരിക്കുന്നത്. ആലുവ വെളിയത്തുനാട് സഹകരണ ബാങ്കിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ BJPയുടെ നേതൃത്വത്തിലുള്ള സ്വതന്ത്ര സഹകരണ മുന്നണിക്ക് തിളക്കമാർന്ന വിജയം. കഴിഞ്ഞ 21 വർഷമായി സഹകരണ ബാങ്കിന്റെ ഭരണത്തിന് നേതൃത്വം നൽകുന്ന മുന്നണിയിലെ 9 പേരും വൻ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചു കയറിയത്. LDFന്റെയും UDFന്റെയും നേതൃത്വത്തിലുള്ള പാനലുകൾ മത്സര രംഗത്തുണ്ടായിരുന്നു. SB ജയരാജ്, AG പ്രസാദ്, AK പ്രദീപ്, PG രമേശൻ, KS മോഹൻകുമാർ, ബൈജി ലാലു, ജിൻസി രതീഷ്, ജയ ഗോപി, AK സന്തോഷ് എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടവർ. തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്ക് നേതൃത്വം നൽകിയ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ AK സദാശിവൻ ഗ്രീൻ 6 ന്യൂസിനോട് പലതരത്തിലുള്ള സ്വജനപക്ഷപാതവും സാമ്പത്തിക ക്രമക്കേടുകളും ആ കാലത്ത് സംഭവിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബാങ്ക് വളരെ പിന്നോട്ട് പോവുകയും ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ബാങ്കിലെ അംഗങ്ങൾക്ക് 100 രൂപ പോലും വായ്പ നൽകാൻ പറ്റാത്ത വിധത്തിൽ ബാങ്കിങ് പ്രവർത്തനം പിന്നോട്ട് പോവുകയുണ്ടായി. 100 രൂപ കൊടുക്കാൻ സാധിക്കായിരുന്ന ആ അവസ്ഥയിൽ നിന്ന് ഇന്ന് സഹകാരികൾക്ക് 10 ലക്ഷം രൂപ വരെ വായ്പ നൽകാൻ സാധിക്കുന്ന ഉന്നത ഒരു അവസ്ഥയിലേക്ക് ബാങ്കിങ് പ്രവർത്തനം മുന്നേറി കഴിഞ്ഞിരിക്കുന്നു. സ്വന്തമായിട്ട് സ്ഥലമില്ലായിരുന്ന ബാങ്ക് സ്ഥലം വാങ്ങി UT കോളേജിൽ ഹെഡ് ഓഫീസ് പണവയിലേക്ക് പ്രവർത്തനം മാറ്റി. 2014 ഈ മാസം 22-ാം തീയതി നടന്നതായ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഭാഗത്തു നിന്നുള്ള സ്വതന്ത്ര സഹകരണ മുന്നണി, UDFന്റെ മുന്നണി, LDFന്റെ മുന്നണിയും ഒരു സ്വതന്ത്രനുമാണ് മത്സരിക്കാനുണ്ടായത്. ബാങ്ക് തെരഞ്ഞെടുപ്പിൽ തങ്ങളെ വിജയിപ്പിച്ച സഹകാരികൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള നന്ദി പ്രകടനവും വെളിയത്തുനാടിൽ നടന്നു. നന്ദി പ്രകടനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് PM വേലായുധൻ നിർവഹിച്ചു. BJP സംസ്ഥാന കമ്മിറ്റി അംഗം MK സദാശിവൻ, ബാങ്ക് പ്രസിഡന്റ് SB ജയരാജ്, KG ഹരിദാസ്, DM ഗോപി, PS ഹരി എന്നിവർ പങ്കെടുത്തു. ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന വീറും വാശിയുമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ടത്. 1972 കാലഘട്ടത്തിൽ ജന്മം കൊണ്ട വെളിയത്തുനാട് സർവീസ് സഹകരണ ബാങ്ക് അത് വളരെ ദുരിതപൂർണമായ ഒരു കാലഘട്ടത്തിലാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1996 കാലഘട്ടത്തിൽ ഈ സർവീസ് സഹകരണ ബാങ്ക് ഇന്ന് ഈ വിജയിച്ചു വന്ന ഈ സ്വതന്ത്ര സർവീസ് സഹകരണ മുന്നണിയുടെ നേതൃത്വത്തില് ഭരണം കൈയാളുന്നു. കേരള പുലയർ മഹാസഭ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി പറവൂർ AEO ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ KPMS ജില്ലാ ട്രഷറർ CV രാജു ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് M മോഹനൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി പേങ്ങൻ, ട്രഷറർ TV ദാമോദരൻ എന്നിവർ നേതൃത്വം നൽകി. SC/ST വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്ന ലംസങ് ഗ്രാന്റ് മിനിമം 1000 രൂപയാക്കി വർദ്ധിപ്പിക്കുക, സ്വാശ്രയ സ്ഥാപനങ്ങളിൽ SC/ST വിദ്യാർത്ഥികൾക്കുള്ള സംവരണ സീറ്റുകൾ പുനഃസ്ഥാപിക്കുക, അക്ഷയ കേന്ദ്രം വഴിയുള്ള ജാതി സർട്ടിഫിക്കറ്റ് നിർത്തലാക്കുക, SC/ST വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ വായ്പ എഴുതി തള്ളുക
ഭവന നിർമ്മാണ ഗ്രാന്റ് 5 ലക്ഷം രൂപയാകുക, 2010 വരെയുള്ള SC/ST വായ്പകൾ എഴുതിത്തള്ളുക എന്നിവയായിരുന്നു സമരക്കാരുടെ ആവശ്യങ്ങൾ. പട്ടികജാതി പട്ടികവർഗക്കാരുടെ ബാങ്ക് വായ്പകൾ എഴുതി തള്ളുക, സംരക്ഷിക്കുന്നതിൽ കാലാകാലങ്ങളിൽ ഇവിടെ അധികാരത്തിൽ വരുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംരക്ഷിക്കുന്നതിൽ നിന്നും അവർ പുറംതിരിഞ്ഞു നിൽക്കുന്നു. ടോറസ് ലോറി നഗരമധ്യത്തിൽ തകരാറിലായത് പറവൂർ നഗരത്തിൽ വൻ ഗതാഗത കുരുക്കിന് വഴിയൊരുക്കി. നമ്പൂതിയച്ചൻ ആൽത്തറയ്ക്ക് സമീപമാണ് വലിയ കരിയർ വാഹനം എഞ്ചിൻ നിലച്ച് തകരാറിലായത്. കരിയർ വാഹനങ്ങൾ ഏറെ തിരക്കുള്ള റോഡുകളിൽ യാത്ര ചെയ്യരുത് എന്ന നിയമം നിലനിൽക്കെ ഏറെ തിരക്കുള്ള റോഡിൽ തന്നെ ബ്രേക്ക് ഡൌൺ ആയത് വാഹനങ്ങൾ കടന്നു പോകുന്നതിന് തടസ്സമായി. മണിക്കൂറുകൾക്ക് ശേഷം തകരാർ പരിഹരിച്ച് കൊണ്ടുപോയതോടെയാണ് നഗരത്തിലെ വാഹന തിരക്കിന് പരിഹാരമായത്. ശ്രീനാരായണ സാഹിത്യ പരിഷത്ത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന അവാർഡ് ദാന സമ്മേളനം പറവൂരിൽ ജസ്റ്റിസ് PS ഗോപിനാഥൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ തോളൂർ ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ നവോത്ഥാന നായകൻ അവാർഡ് VD സതീശൻ MLAയ്ക്കും ശ്രീനാരായണ ഗുരു അവാർഡ് പറവൂർ SNDP യൂണിയൻ സെക്രട്ടറി ഹരിവിജയനും സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള കൗസ്തുഭം അവാർഡ് വേലായുധൻ പണിക്കശ്ശേരിക്കും നൽകി. സ്വതന്ത്ര തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ നേതൃനിരയിൽ സജീവമായിരുന്ന SCS മേനോന് തൊഴിലാളി സമൂഹം വിട നൽകി. ശനിയാഴ്ച രാത്രി 9-ന് അന്തരിച്ച അദ്ദേഹത്തിന്റെ മൃതദേഹം ഞായറാഴ്ച വൈകുന്നേരം രവിപുരം ശ്മശാനത്തിൽ സംസ്കരിച്ചു. SCS മേനോൻ അനുസ്മരണം ഏലൂർ SCS മേനോൻ ഹാളിൽ നടന്നു. HMS അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് തമ്പാൻ തോമസ്, മുൻ MLA AM യൂസഫ്, K വിജയൻപിള്ള, STU സംസ്ഥാന സെക്രട്ടറി MM സാലി, NP ശങ്കരൻകുട്ടി, KN ഗോപിനാഥ് എന്നിവർ പങ്കെടുത്തു. അനുസ്മരണ ചടങ്ങിലെത്തിയ SCS മേനോന്റെ മകൾ പത്മജ മേനോൻ ചടങ്ങിൽ പങ്കെടുത്തവർക്ക് നന്ദി രേഖപ്പെടുത്തി. ഫാക്ട് സമരം 246-ാം ദിവസത്തിലേക്ക് കടന്നു. ഫാക്ട് എംപ്ലോയീസ് അസോസിയേഷൻ അംഗം KN സതീശനാണ് തിങ്കളാഴ്ച ഉപവാസം അനുഷ്ഠിച്ചത്. ഉപവാസ സമരം BJP എറണാകുളം ജില്ലാ സെക്രട്ടറി NP ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ഫാക്ട് എംപ്ലോയീസ് അസോസിയേഷൻ സെക്രട്ടറി PS മുരളി സമരപ്പന്തലിലെത്തി അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. SCS മേനോന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് 1 മിനിറ്റ് നേരം മൗനം ആചരിച്ചു. നാട്ടുവിശേഷം ഒറ്റനോട്ടത്തിൽ. ആലുവ മാർക്കറ്റിലെ പലചരക്ക് കടയുടമയെ SI അകാരണമായി മർദ്ദിച്ചതായി പരാതി. ആലുവ പ്രിൻസിപ്പൽ SI സുധീർ മനോഹറിനെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. പനി പടർന്നു പിടിക്കുമ്പോൾ ദിനാനിപുരം ഹെൽത്ത് സെന്ററിൽ ഡോക്ടർമാരില്ല. വൈകിയെത്തിയ ഡോക്ടറെ നാട്ടുകാർ തടഞ്ഞു വെച്ചു. അബുദാബി പോയ യുവാവിന്റെ കൈവശം മയക്കുമരുന്ന് കൊടുത്തുവിട്ട സംഭവത്തിൽ ഒരാൾ പോലീസ് പിടിയിലായി. കൂട്ടാളിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു. റെയിൽവേ യാത്രാ നിരക്ക് വർധനവിനെതിരെ DYFIയുടെ നേതൃത്വത്തിൽ ആലുവയിൽ പ്രതിഷേധ മാർച്ച്. റെയിൽവേ സ്റ്റേഷൻ സംഘർഷഭരിതമായി. സ്വാഭാവിക ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നത് നിരുത്സാഹപ്പെടുത്തണമെന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി DK ഇബ്രാഹിം കുഞ്ഞ.